മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര നിയമപരമായ എല്ലാ കാര്യങ്ങളും പാലിച്ചെന്ന് LDF കൺവീനർ EP ജയരാജൻ. ആരൊക്കെ എവിടെ പോകണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മാധ്യമങ്ങളിൽ ചിലർ മാത്രമാണ് അറിയാത്തത്. അത് അവരുടെ കഴിവുകേടാണെന്നും ജയരാജൻ പറഞ്ഞു. നിങ്ങൾ കൊടുക്കുമോ ചിലവ്? ആരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കൊടുക്കുമോ ചിലവ്? അതെന്തിനാ നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്? അദ്ദേഹം പോയിട്ട് വരട്ടെ. അതിനാണ് നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത്? എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലാ കാര്യവും പറയണോ? ഞങ്ങൾ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ അദ്ദേഹം പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാധ്യമക്കാരെ വിളിച്ചുകൂട്ടി നിങ്ങൾ അനുവാദം വാങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ബേജാറാകേണ്ട കാര്യമില്ല. അത് സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി സ്റ്റേറ്റിനോടല്ലേ ബാധ്യത. നിങ്ങൾ ഓരോ പത്രക്കാരുടെയും അനുവാദം വാങ്ങണോ? ആര് പറയുന്നു? നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞോ. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പത്രക്കാർക്ക് പലർക്കും അറിയാം. അവിടെ നിങ്ങളെ ഒരാൾ അറിഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾ ആരും അറിഞ്ഞില്ല എന്ന് ധരിക്കുകയും വേണ്ട. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പത്രക്കാർക്കറിയാം, പത്രമാധ്യമങ്ങളിലുള്ള പ്രധാനികൾക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്ര ഗവൺമെൻറ്റിനറിയാം, കേരള ഗവൺമെൻറ്റിനറിയാം, LDFനറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അറിയാം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പബ്ലിക് മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്ര. സംസ്ഥാനത്ത് താപനില ഉയരുന്നതിനൊപ്പം ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിനാൽ വരും ദിവസങ്ങളിൽ പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും താപനില ഉയർന്നു തന്നെ നിൽക്കും. അതേസമയം മലപ്പുറം, ഇടുക്കി,